പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും നാളുകളിലൂടെ നോമ്പിൻ്റെ ചൈതന്യം ജീവിത വിശുദ്ധിയിലേക്ക് ഒപ്പിയെടുത്ത് വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്കേവർക്കും ഈ നോമ്പ് നൽകിയ വിശുദ്ധി ഇനിയും എന്നും ജീവിതത്തിൻ്റെ നിറവിനായിട്ട് നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വലിയ ആഴ്ചയുടെ മംഗളങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സജീവമായ ഓർമ്മകൾ ജീവിക്കുന്ന ഈ ആഴ്ചക്കാലം നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ദൈവിക മഹത്വത്തിൽ പങ്കുചേരുവാനുള്ള വലിയ കൃപയുടെ കാലഘട്ടമാണ്. അപ്രകാരം ദൈവിക കൃപ നമ്മിലേവരിൽ നിറഞ്ഞ് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനകളും വായനകളുമൊക്കെ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് രക്ഷാകര ചരിത്രം എപ്രകാരമാണ് വളരെ മനോഹരമായ രീതിയിൽ ഈ സംഭവങ്ങളിലൂടെ പൂവിരിയുന്നത് എന്നുള്ളതാണ്. ഇന്ന് കർത്താവിന് ഓശാന പാടിക്കൊണ്ടാണ് നാം ഈ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചത്. അതിന് കാരണം യെരൂശലേമിൽ ദൈവജനം ഈശോയ്ക്ക് ഓശാന പാടി അവനെ സ്വീകരിച്ച ആ സംഭവം അനുസ്മരിച്ചുകൊണ്ടാണ്. തങ്ങൾക്കായി ഒരു രക്ഷകൻ വരും എന്ന് പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരുന്ന ദൈവജനത്തിന് ഈശോയുടെ ആഗമനം വലിയ ഒരു ഉണർവ് ഏകി. റോമാ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ ക്ലേശങ്ങളും ഞെരുക്കങ്ങളും അനുഭവിച്ചു കഴിഞ്ഞ ആ ജനത്തെ സംബന്ധിച്ചിടത്തോളം വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകന്റെ ആഗമനം വലിയ പ്രതീക്ഷയുടെയും ആശ്വാസത്തിൻ്റെയും ആയിരുന്നു. അങ്ങനെ രക്ഷകനായ ഈശോ പ്രത്യേകിച്ച് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കാൻ കഴിവുള്ള, നമുക്കറിയാം ബഥാനിയയിലെ ലാസറിനെ ഈശോ ഉയർപ്പിച്ച സംഭവം ജനത്തെ എല്ലാം അത്ഭുത പരതന്ത്രരാക്കിയിരുന്നു. അപ്രകാരം അപ്പം വർദ്ധിപ്പിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ അഭിഷിക്തൻ രക്ഷകനായി കടന്നു വന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ സന്തോഷം ജനത്തിന്റെ മുഴുവൻ ഹൃദയത്തിൽ അലയടിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് സമാധാന രാജാവായിട്ട് കഴുതക്കുട്ടിയുടെ പുറത്ത് യെരൂശലേമിലേക്ക് വന്ന കർത്താവിനെ അവർ ഒലിവിൻ ചില്ലകൾ കൊണ്ട് ഓശാന പാടി സ്തുതിക്കുകയായിരുന്നു. ഓശാന എന്ന പദത്തിന് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള അർത്ഥമാണല്ലോ ഉള്ളത്. ആ രക്ഷയുടെ വിവിധ തലങ്ങൾ അവരുടെ മനസ്സുകളിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അവര് ഈ ഗീതങ്ങൾ പാടിക്കൊണ്ട് ഈശോയെ എതിരേറ്റപ്പോൾ ഇപ്രകാരമുള്ള ഒരു ജെറുസലേം പ്രവേശനം അത് പഴയ നിയമത്തിലെ ലിഖിതങ്ങളുടെ പൂർത്തീകരണമായിരുന്നു എന്ന് ഇന്നത്തെ വായനകൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. പൂർവ്വപിതാവായ യാക്കോബ് തന്റെ മരണത്തിന് മുൻപായി തന്റെ മക്കളെയെല്ലാം അടുത്തു പിടിച്ച് അവരെ അനുഗ്രഹിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് നാം ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ശ്രമിച്ചത്. അവിടെ നാം കാണുന്നത് എന്താണ്? യൂദായെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുകയാണ് യാക്കോബ്. യൂദായുടെ വംശത്തിലാണ് ഇസ്രായേലിന് രക്ഷകൻ വന്ന് ജനിക്കുന്നത് എന്നുള്ളത് ഏറെ വ്യക്തമാക്കുന്ന വചനങ്ങളാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുക. അങ്ങനെ യൂദായുടെ ഗോത്രം അനുഗ്രഹീതമാണ്. ശത്രുക്കളെയെല്ലാം തകർത്ത് രക്ഷയുടെ നാഥൻ വന്ന് അവരിലൂടെ ഇസ്രായേലിന് പുതിയ ജീവൻ നൽകുമെന്നുള്ള വലിയ പ്രഖ്യാപനവും പ്രവചനവുമാണ് യാക്കോബിന്റെ വാക്കുകളിൽ നമ്മൾ ശ്രമിക്കുക. ഒപ്പം ജോസഫിനും യാക്കോബിന് പ്രത്യേകമായ അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. ജോസഫ് ഏറെ കഠിനമായ പീഡകൾ അനുഭവിച്ചാണ് യാക്കോബിന്റെയും മക്കളെയും സംരക്ഷിച്ചത് എന്നുള്ളത് നമുക്കറിയാം. ഈജിപ്തിലെ വലിയ ക്ഷാമകാലത്ത് നിരാശരായി തീർന്ന ജോസഫിന്റെ പിതാവും സഹോദരങ്ങളും ഒക്കെ ജോസഫിന്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ടാണ് സംരക്ഷിക്കപ്പെട്ടത്. യാക്കോബ് ജോസഫിനെയും അനുഗ്രഹിക്കുകയാണ്. പിന്നീട് പ്രവാചകന്റെ വാക്കുകൾ നമ്മോട് പറയുകയാണ്, ദൈവരാജ്യം വളർന്ന് പന്തലിക്കുക തന്നെ ചെയ്യും. വലിയ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വാക്കുകളാണ് നമുക്കവിടെ ദർശിക്കുവാൻ സാധിക്കുന്നത്. ലോകത്തിന്റെ അതിരുകൾ വരെ വളർന്നു വ്യാപിക്കുന്ന ദൈവരാജ്യം എന്നുള്ള ആ ഒരു സങ്കല്പം പ്രവാചകത്തിലൂടെ ശ്രമിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം
അത് ഇസ്രായേൽ രാജ്യത്തിന്റെ വളർച്ചയാണ് അവരുടെ സ്വപ്നങ്ങൾക്ക് മിഴിവ് പകരുവാൻ കാരണമാക്കിയത് എന്നുള്ളത് നമുക്കറിയാം. അവരാഗ്രഹിച്ചത് ദാവീദിന്റെ രാജ്യം പുനഃസ്ഥാപിക്കപ്പെടണം, ശത്രുക്കളെയെല്ലാം കീഴടക്കണം, എല്ലാവരെയും അടിച്ചമർത്തി ഭരിക്കുന്ന ഒരു പുതിയ രാജാവ് വരും. അങ്ങനെ ഇസ്രായേൽ വീണ്ടും ദാവീദിന്റെ കാലത്തേക്കാൾ മഹത്വമുള്ള രാജ്യമായി മാറുമെന്നുള്ള പ്രതീക്ഷയാണ് അവരിലുണ്ടായിരുന്നത്. ഈ പ്രതീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില സംഭവങ്ങൾ ഈശോ തന്റെ വാക്കുകളിലൂടെ ജനത്തോട് പറഞ്ഞപ്പോഴും അവയെ ഉൾക്കൊള്ളുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഈ പ്രതീക്ഷകൾ ഒന്നും വിഫലമാക്കാതെ കർത്താവ് സമാധാനത്തിന്റെ രാജാവാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് കഴുതപ്പുറത്ത് വിനീതനായി യെരൂശലേമിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വരുന്ന രാജാവ് റോമാ സാമ്രാജ്യത്തിന്റെ അധികാരികളെ തുടച്ചു മാറ്റി ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിക്കും എന്നുള്ള ആ പ്രതീക്ഷ പിന്നീട് ക്രമേണ വന്നുകയാണ്. ഈശോ ജെറുസലേമിലേക്ക് വരുന്ന വഴി തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ മർദ്ദിക്കുകയും കുരിശിൽ തറച്ച് കൊല്ലുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന്. അന്ന് അവർക്ക് അത് മനസ്സിലായില്ല, അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ സാധിച്ചില്ല. എന്നാൽ യഥാർത്ഥത്തിലുള്ള വിമോചകൻ എന്ന് പറയുന്നത് സ്വയം ജനത്തിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ദൈവത്താൽ അനുഗ്രഹീതനായി പുതുജീവിതത്തിലൂടെ എല്ലാവരെയും യഥാർത്ഥ രക്ഷയിലേക്ക് നയിക്കുന്നവനാണ് എന്നുള്ള സത്യം ആളുകൾക്ക് ഗ്രഹിക്കാൻ പ്രയാസമായിരുന്നു. അതാണ് ഈ വലിയ ആഴ്ചയിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുക. രക്ഷകനായ ഈശോ നൽകുന്ന രക്ഷ വെറും ലൗകികമായ, രാഷ്ട്രീയമായ, ഭൗതികമായ രക്ഷയല്ല എന്നും നിത്യജീവന്റെ അവകാശികളാക്കി നമ്മെ മാറ്റിക്കൊണ്ട് ദൈവരാജ്യം പുനഃസ്ഥാപിക്കുന്ന രക്ഷകനാണ് ഈശോ എന്നും ഈശോ തന്റെ വാക്കുകളിലൂടെ പറഞ്ഞെങ്കിലും ജനത്തിന് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് അവരുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവചനങ്ങൾ തന്നിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് ഈശോ വ്യക്തമാക്കുന്നതോടൊപ്പം ആ പ്രവചനങ്ങൾ ഇനിയും അവർ ഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നും അവയാണ് യഥാർത്ഥത്തിൽ ആ പ്രവചനത്തിന്റെ എല്ലാം അന്തരാർത്ഥമെന്നും ഈ പിന്നീട് സൂചിപ്പിക്കുന്നതാണ് വലിയ ആഴ്ചയിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ഈശോയെ ഭൗതികമായ നന്മകളുടെ കേന്ദ്രമായിട്ട് മാത്രം കാണുന്നുവെങ്കിൽ നമ്മളും നിരാശരാകും. എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ രാജാവായി ഈശോയെ രക്ഷകനും കർത്താവുമായി നാം ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ഓശാനകൾ അർത്ഥപൂർണമാകും. അപ്പോഴാണ് നമ്മുടെ ഓശാനകൾ യഥാർത്ഥ രക്ഷയുടെ മഹത്വത്തിലേക്ക് നമ്മുടെ നയനങ്ങൾ തുറക്കുന്നതും നമ്മുടെ വിചാരങ്ങൾ എത്തിക്കുന്നതും. അതായിരിക്കട്ടെ നമ്മുടെ ഓശാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാകുന്നു എന്ന് നാം പറയുമ്പോൾ കർത്താവ് വരുന്നത് നമ്മുടെ യഥാർത്ഥമായ രക്ഷ നമുക്ക് നൽകുവാൻ വേണ്ടിയാണ് എന്നുള്ള സത്യം ഗ്രഹിച്ചുകൊണ്ട് കർത്താവിന് ഓശാന പാടണം. അങ്ങനെ ഓശാന പാടുമ്പോൾ ഒരുപക്ഷെ ലൗകികമായ നേട്ടങ്ങളെക്കാൾ കൂടുതലായിട്ട് യഥാർത്ഥ നന്മയുടെ പുഷ്പങ്ങൾ വിരിയിക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ദൈവപുത്രരായിട്ട് മാറുകയുള്ളൂ. പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ നാം അത് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. പൗലോസ്ലീഹ പറയുകയാണ്, നല്ല ഒലിവിന്റെ ശിഖരങ്ങൾ കുറിച്ചു മാറ്റിയിട്ട് അവയെ കാട്ടൊലിവിന്റെ ശിഖരങ്ങൾ ഒട്ടിച്ചു ചേർത്തത് എന്തുകൊണ്ടാണ്? കർത്താവിന്റെ കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. ദൈവം നൽകിയ രക്ഷയുടെ നന്മയിൽ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത്. കാരണം ദൈവത്തിന്റെ കൃപ മാത്രമാണ് നിങ്ങളെ ഈ രക്ഷയുടെ പാതയിൽ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ വിജാതീയ ക്രിസ്ത്യാനികളോട് പറയുന്നത് നമുക്ക് തീർച്ചയായും ചിതനീയമായ വാക്കുകളാണ്. നാം ഒരുപക്ഷെ അഹന്ത കൊണ്ടോ അനുസരണക്കേട് കൊണ്ടോ അകന്നു പോയെങ്കിൽ നമ്മെ തീർച്ചയായും തന്റെ സ്നേഹത്തിലേക്ക് മാടി വിളിക്കുവാനായിട്ട്, തന്റെ പരിപാലനയുടെ സംരക്ഷണത്തിൽ നിലനിർത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി വീണ്ടും കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവന്റെ കൃപയുടെ ചൈതന്യം നമ്മിലേക്ക് പ്രവഹിക്കുകയും മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ പോലെ ഫലം പുറപ്പെടുവിക്കുവാൻ നമ്മൾ കഴിവുള്ളവരായി തീരുകയും ചെയ്യും. അങ്ങനെ ദൈവത്തിന്റെ യഥാർത്ഥമായ രക്ഷ, ദൈവരാജ്യത്തിന്റെ ശരിയായ മനസ്സിലാക്കല് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും നന്മയിലേക്ക് നയിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിന്റെ പീഡാസഹനത്തിന്റെ
തീവ്രത നാം അനുഭവിക്കുന്ന, അടുത്തറിയുന്ന ഈ ദിവസങ്ങളിൽ ദൈവം തന്റെ പുത്രനായ ഈശോയിലൂടെ നമുക്ക് നൽകുന്ന രക്ഷയുടെ മഹത്വം കൂടുതൽ ഗ്രഹിക്കുവാനും ആ രക്ഷയിൽ പങ്കുചേരാനും അതിന് അർഹമായ രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കാനും ആത്മാർത്ഥമായി പരിശ്രമിക്കാം. അങ്ങനെ നോമ്പിന്റെ ചൈതന്യത്തിലൂടെ നാം കടന്നു വന്നിരിക്കുന്ന ഈ വലിയ ആഴ്ച നമ്മുടെ ഓരോരുത്തരുടെയും ആത്മവിശുദ്ധീകരണത്തിനും ദൈവിക ചൈതന്യത്തിനും കാരണമായി തീരട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് രക്ഷിതനായി ലോകത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി സ്വയം അർപ്പിച്ച് ബലിയായി തീർന്ന് ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ അങ്ങയുടെ പീഡാസഹനത്തിലും മരണത്തിലും ആത്മീയമായി പങ്കുചേർന്നുകൊണ്ട് ഉത്ഥാന മഹത്വത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാം. കർത്താവിന് അവസാന പാടിയ ആ ജനത്തോട് ചേർന്ന് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഈശോയെ കർത്താവും ദൈവവുമായി ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്ന ക്രിസ്തീയ കൂട്ടായ്മയിൽ എപ്പോഴും വളരുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. അങ്ങനെ കർത്താവിനോട് ചേർന്ന് വളരുന്ന ജനമാകുവാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് ദൈവകൃപകൾക്കായിട്ട് അപേക്ഷിക്കുകയും